മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ. നബിയെ, നിങ്ങളിൽ നിന്ന്, നിങ്ങളെ സമുദായത്തിൽ നിന്ന് പരീക്ഷണങ്ങളെ നേരിടുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ക്ഷമ കൈകൊണ്ടവരാരോ അവരോട് നിങ്ങളെ സന്തോഷവാർത്ത അറിയിക്കണം നബിയേ. ഓ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ദുന്യാവെന്ന് പറഞ്ഞാൽ താൽക്കാലികമായൊരു ജീവിതം. ഒന്നിരിക്കൽ നമുക്കൊരു 100 വയസ്സ് വരെ ഇവിടെ താമസിക്കാനുള്ള അവസരം കിട്ടിയേക്കും. അതല്ലെങ്കിലോ സമയമായ പെട്ടെന്ന് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടി വരും. ഈ ദുന്യാവെന്ന് പറഞ്ഞ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ വേദിയാണ്. പരീക്ഷണങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് അല്ലാഹു തആലയുടെ ഈ ദുന്യാവ്. ആയതുകൊണ്ട് തന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും ഈ ലോകത്ത് പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ. മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, വഖുസൽ ബലാഉ ബിൽ അംബിയാ. ഈ ദുന്യാവിലുള്ള പരീക്ഷണങ്ങൾ കൂടുതൽ ഏൽക്കേണ്ടി വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കലുള്ള അംബിയാക്കളാണ്. അത് കഴിഞ്ഞാലോ തുമ്മൽ ഔലിയാ, അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. പിന്നീട് അവരോട് തുല്യമായ റബ്ബിന്റെ ഇബാദത്ത് കൊണ്ട് റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാരോ അവർക്ക് ആ ദുന്യാവിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഞാൻ പറയട്ടെയോ, നമ്മളെക്കാള് സമ്പത്ത് കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ, നമ്മളെക്കാള് സൗന്ദര്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ, നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവരെ നാം പരീക്ഷിക്കേണ്ടതില്ല, പരിഹസിക്കേണ്ടതില്ല, കൊച്ചാക്കേണ്ടതില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെ ഹബീബിനെ പരിഹസിക്കുകയാ. ഞങ്ങളെ കൂട്ടത്തിൽ ഇത്രയും വലിയ തറവാടിത്തമുള്ള ആളുകളുണ്ടായിട്ട്, വലിയ സമ്പന്നരുണ്ടായിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത നുബുവത്ത്, അവർക്കൊന്നും കൊടുക്കാത്ത പ്രവാചകത്വം എന്തിനായി പാവപ്പെട്ട മുഹമ്മദിന് കൊടുത്തത്? അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي.
يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: إن في الجنة مقامات معلقة في الهواء يأوي إليها أهل البلاء كالطير إلى وكره ولا ينالها غيرهم، أو كما قال رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. انظر حالنا يا شفيع الله. اسمع مقالنا يا نجي الله. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. تلقوا لا إله إلا الله، إلا الله، لا إله. കദരക്കണ്ണീരാൽ കൽബേ നീറുന്നോർ കഭയം സീയം വാലിയോരേ കൽബിൽ കൈറിന്നോറവ തീർക്കുന്നു ഖല്ലാക്കിൻ കാനിവായോരേ ലാ ഇലാഹ
പബപങ്കില പാണ്ഡം പേറി പാപികൾ പാടി തേടവേ പരനോടൊന്നോങ്കി പാപികൾ കീട തേടുസിയവാരിയോരേ ലാ ഇലാഹ അല്ലാഹ് ലാ ഇലാഹ യാ ശൈഖനാ താജൽ ഉലമാ ഇൻ ശിറാഫിൻ കുറമാ ഖുദ് ബി ഐദീനാ ദവാമൻ أنت تاج العلماء لا إله الله لا إله إلا الله محمد رسول الله لا تردن عبيدا قاصدي على راتكم خائبين خاسرين أنت تاج العلماء لا إله إلا الله ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, ഒന്നിരായ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മാന്യ രക്ഷിതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, ഒന്നിരായ ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഒരു മഹത്തായ സ്വലാത്ത് മജ്ലിസിന്റെ മൂന്നാമത്തെ വേദിയാണിത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഉയർന്ന ഈ മലമുകളിലേക്ക് വാഹന സൗകര്യങ്ങളില്ലാഞ്ഞിട്ട് പോലും യാത്രാ സൗകര്യങ്ങൾ സൗകര്യപ്പെടാഞ്ഞിട്ട് പോലും ഒരുപാട് നാടുകളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന് ദുആയിലുള്ള ഇജാബത്ത് പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രം എത്തിപ്പെട്ട നിങ്ങൾക്ക് പ്രഭാഷണത്തിലുപരി നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വലാത്ത് മജ്ലിസും ബദർ മജ്ലിസും ദുആ മജ്ലിസുമാണ്. ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഭാഷണം നടത്തി നിങ്ങൾ ആരെയും ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല. അല്ലാഹു തആല നാം എല്ലാവർക്കും ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള പോക്കും, ഇരുത്തവും നിർത്തവും, ദുആവും ആമീൻ പറയുമെല്ലാം അല്ലാഹു ഒരു സ്വാലിഹായ ഇബാദത്തായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ആരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞു, മുഴുവൻ ആളുകളെയും നമ്മുടെ ദുആയിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഞാൻ ജുമാ നടത്തുന്ന എടത്തനാട് പള്ളിയുടെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ, വലിയ പ്രയാസത്തിലാണ്. എന്റെ പെങ്ങളുടെ മരുമകൻ ഒരു ചായ പോലും കടയിൽ നിന്ന് അയാൾ കുടിക്കാറില്ല. സിഗരറ്റ് വലിക്കുന്ന പതിവേ അയാളുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ദുശീലവുമില്ലാത്ത അദ്ദേഹം ഇന്ന് ക്യാൻസർ അടക്കമുള്ള മാറാരോഗത്തിന് അടിമപ്പെട്ട് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കിടപ്പിലാണ്. അവിടെ അതിനുള്ള ചികിത്സയില്ല. ഡോക്ടർമാര് കൈമലർത്തി. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ പോകണം, പ്രത്യേകം ദുആയിരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് മാസം മുഹറത്തിന്റെ തുടക്കമാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഴയ കാലങ്ങളിൽ ഓരോ വീടുകളിലും പനി പടരുന്നതുപോലെ ഓരോ വീടുകളിലും ഒരു പനിയുടെ അസുഖമുള്ള ആളുള്ളതുപോലെ ഇന്ന് ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗിയാണ്. 4 വയസ്സുള്ള കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മിനിഞ്ഞാന്ന് ചെറിയൊരു പാട്ടപ്പിരിവ് കാണാനിടയായി. ആ കുട്ടി സിഗരറ്റ് വലിച്ചതുകൊണ്ടല്ല, മദ്യപിച്ചതുകൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം അതാ കുട്ടിയിലൂടെ മാതാപിതാക്കൾക്ക് നൽകിയതാണ്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിരായ തങ്ങളുപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതുപോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരം, അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം. നാം വിഷമിക്കരുത്, പരിഹാരമുണ്ട്. നാം ദുഃഖിക്കരുത്, പരിഹാരമുണ്ട്. നാം ബേജാറാവരുത്, പരിഹാരമുണ്ട്. അല്ലാഹു തആല മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ ഈ കാര്യം നമ്മോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ബിശൈഇൻ മിനൽ ഖൗഫ്, ഏതെങ്കിലും ഒരു പ്രയാസം നൽകി നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. ഒന്നിരിക്കൽ അത് ഭയമായിരിക്കും. അക്രമികളുടെ അക്രമങ്ങൾ നിങ്ങൾക്ക് വരുമോ എന്ന ഭീതിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പല മെസ്സേജുകളും നമ്മൾ വാട്സപ്പിലൂടെ വായിച്ചു. സംഘപരിവാറുകാർ പറഞ്ഞു മുസ്ലിങ്ങൾ ചിലതെല്ലാം തിരുത്തേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ തിരുത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളായത്. കോഴിക്കോട് ജില്ലയിലെ ബിജെപിയുടെ കേന്ദ്ര
കമ്മിറ്റി ഭാരവാഹികളെല്ലാം ഒരുമിച്ചുകൂടി വലിയൊരു സമ്മേളനം നടന്നു. പല മുസ്ലിങ്ങൾക്കും അതിന്റെ പേരിൽ ഭീതിയുണ്ടായി, വിഷമമുണ്ടായി. ഞാനും നിങ്ങളുമടക്കം പലരും വേദനിച്ചു. ഇത് അല്ലാഹു തആലയുടെ ഒരു പരീക്ഷണമാണ്. മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഭയമുണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു വൽ ജൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു പരീക്ഷണമാണ് നല്ല വിശപ്പ്. വിശപ്പകറ്റാൻ അവസരമില്ലാതെ പട്ടിണി പാവങ്ങളായി കിടക്കുന്ന പലരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, മറ്റൊന്ന് നിങ്ങൾക്കുള്ള പരീക്ഷണം നിങ്ങളെ സമ്പത്ത് മാന്യമാണ്. നിങ്ങളെ ജീവിതത്തിലുള്ള ബറക്കത്ത് കുറയലാണ്. നിങ്ങളെ സമ്പത്ത് കമ്മിയാവലാണ്. ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ചുരുങ്ങലാണ്. ഉള്ളത് പറയട്ടെ, ഇന്നൊരു ഉപ്പ വന്ന് എന്നോട് കരഞ്ഞു. 45 വയസ്സുള്ള അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, കഴിഞ്ഞ റമദാനിന് മുമ്പുള്ള മുഴുവൻ റമദാനിലും 18 വയസ്സ് മുതൽ എന്റെ കുടുംബത്തിലെ മുഴുവൻ വീട്ടുകാരിലേക്കും ഞാൻ റമദാനിൽ ഭക്ഷണം എത്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഈ റമദാനിൽ എനിക്കൊരു തുള്ളി ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായി ഞാൻ അത്രയും ഡിമ്മായി പോയി. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ല. എന്റെ കുടുംബത്തിന് ഒരു തുള്ളി ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിലുള്ള പ്രയാസമായ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ, നിങ്ങൾക്ക് സാമ്പത്തിക ചുരുക്കം വരും. വൽ അൻഫുസി, നിങ്ങളിൽ നിന്ന് പലരും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒന്നിരിക്കൽ നിങ്ങളെ മകന് രോഗമില്ലാതെ പെട്ടെന്ന് വിട പറയേണ്ട അവസ്ഥ വരും. നിങ്ങളെ എല്ലാമായിരുന്ന ഭാര്യ നിങ്ങളിൽ നിന്ന് വിട പറയുന്ന ഒരവസ്ഥ വരും. നിങ്ങളെ താങ്ങും തണലുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്ന് വിട പറയുന്ന ഒരു സന്ദർഭം വരും. ഇത് നമ്മുടെ പരീക്ഷണമാണ്. വസ്സമറാത്ത്, കൃഷിയിടങ്ങളിൽ കമ്മി വരിക, കൃഷിയിലൊന്നും ഒരു ഫലവും കാണാത്തൊരവസ്ഥ വരിക. ഇതും നമ്മുടെ ഒരു പരീക്ഷണമാണ്. എന്നാൽ അവസാനം അല്ലാഹു തആല പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തിന്റെ നേരം യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമ കൈകൊണ്ടവരാരോ അവരോട് നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് ഇപ്പൊ അവിടെ ഇങ്ങനെ കൊടുക്കണേ? ചായം കടി എന്റെ മുഖത്തൂക്കി തിന്ന നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടല്ലോ. കൊതി കൂടണ ഇപ്പോൾ. നാളെ ഇപ്പൊ എന്തെങ്കിലും പറ്റിയ ബാക്കവിന്റെ കണ്ണാറ് കെട്ടിയാരാന്ന് കണ്ട. ആദ്യം ഒരു ഗ്ലാസ് ഇവിടെ കൊണ്ടെന്ന് വെച്ച കൊടി കൂടാക്കാൻ വേണ്ടി. അല്ലാഹ് എനിക്ക് സലാമത്ത് തരട്ടെ, നിനക്കും തരട്ടെ. ആ ബേക്കിലൊക്കെ ഓർക്കാമ്യം പറയാനുള്ള തൗഫീഖ് വേറെ കൊടുക്കട്ടെ. നമ്മളേതായാലും നല്ല മട്ടം പോലെ അങ്ങനെ പോവുക. ബഹുമാനപ്പെട്ട സഖാവി ഉസ്താദ് പറഞ്ഞല്ലോ, കുറെ കൊല്ലായി നമ്മളെങ്ങനെ വിളിക്കാൻ നോക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചൊരു വീട്ടുകാരുണ്ട് ഇവിടെ, നമ്മൾ അബൂബക്കർ ഖാന്റെ മരുവന്റെ കൂടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ബഷീർക്ക. അവരുടെ വലിയ പറപ്പൂരുള്ള വീട്ടിൽ നിന്നാ ഭക്ഷണം കഴിച്ചിന്. പഠിക്കണ നേരത്ത് അല്ലാഹു ആ ഉപ്പാക്ക് ഖബർ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഏതോ ഇരിക്കട്ടെ, മഹാനായ ഹബീബ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, നബിയെ, നിങ്ങളിൽ നിന്ന്, നിങ്ങളെ സമുദായത്തിൽ നിന്ന് പരീക്ഷണങ്ങളെ നേരിടുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമ കൈകൊണ്ടവരാരോ അവരോട് നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. ഓ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ദുന്യാവെന്ന് പറഞ്ഞാൽ താൽക്കാലികമായൊരു ജീവിതം. ഒന്നിരിക്കൽ നമുക്കൊരു 100 വയസ്സ് വരെ ഇവിടെ താമസിക്കാനുള്ള അവസരം കിട്ടിയേക്കും. അതല്ലെങ്കിലോ സമയമായ പെട്ടെന്ന് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടി വരും. ഈ ദുന്യാവെന്ന് പറഞ്ഞ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ വേദിയാണ്. പരീക്ഷണങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് അല്ലാഹു തആലയുടെ ഈ ദുന്യാവ്. ആയതുകൊണ്ട് തന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുഴുവനും
ഈ ലോകത്ത് പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ. മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, വഖുസൽ ബലാഉ ബിൽ അംബിയാ, ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾ കൂടുതൽ ഏൽക്കേണ്ടി വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കലുള്ള അമ്പിയാക്കളാണ്. അത് കഴിഞ്ഞാലോ തുമ്മൽ ഔലിയാ, അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. പിന്നീട് അവരോട് തുല്യമായ റബ്ബിന്റെ ഇബാദത്ത് കൊണ്ട് റബ്ബിന്റെ സമീപ്യം കരസ്ഥമാക്കിയവരാരോ അവർക്ക് ആ ദുന്യാവിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് എന്നെ ചെറുപ്പക്കാരാ ഞാൻ പറയട്ടെയോ, നമ്മളെക്കാള് സമ്പത്ത് കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ, നമ്മളെക്കാള് സൗന്ദര്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ, നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവരെ നാം പരീക്ഷിക്കേണ്ടതില്ല, പരിഹസിക്കേണ്ടതില്ല, കൊച്ചാക്കേണ്ടതില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്തുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെ ഹബീബിനെ പരിഹസിക്കുകയാ. ഞങ്ങളെ കൂട്ടത്തിൽ ഇത്രയും വലിയ തറവാടിത്തമുള്ള ആളുകളുണ്ടായിട്ട്, വലിയ സമ്പന്നരുണ്ടായിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത നുബുവത്ത്, അവർക്കൊന്നും കൊടുക്കാത്ത പ്രവാചകത്വം എന്തിനായി പാവപ്പെട്ട മുഹമ്മദിന് കൊടുത്തത്? അതുകൊണ്ട് അത് അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവരാണ്. വളരെ പച്ചപ്പാവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി അവർക്കിടയിൽ അവരോധിച്ചപ്പോൾ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, എത്ര മുതലാളിമാർ, എത്ര അംബാനിമാര് നമ്മളെ നാട്ടിലുണ്ട്, ഓരൊന്നും ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കാത്ത, ഒരു രൂപക്ക് വിലയില്ലാത്ത, 5 പൈസക്ക് വിലയില്ലാത്ത മുഹമ്മദിനെ ആ പ്രവാചകനാക്കിയത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റൂലേ? പാവങ്ങളിൽ പാവങ്ങളായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സുഹ്റഫിന്റെ 32-ാമത്തെ ആയത്തില് ആ ജനവിഭാഗങ്ങളെയും പിന്നീട് ആരൊക്കെ പാവങ്ങളെ പരിഹസിക്കുന്നുണ്ടോ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ ചോദ്യമാ, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നബിയേ നിങ്ങളെ രക്ഷിതാവിന്റെ കാരുണ്യം വീതം വെക്കുന്നത് അവരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതം പല ആളുകൾക്കും പല രൂപത്തിലാ. പലരും സമ്പന്നരാകുമ്പോ മറ്റു ചില ആളുകൾ പാവങ്ങളാവുകയാ. ഒരു കൂട്ടം ആളുകൾക്ക് മക്കളുണ്ടാകുമ്പോ മറ്റൊരു കൂട്ടർക്ക് മക്കളുണ്ടാവാതിരിക്കുകയാ. വനഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതം മോഹരി വെച്ചത് നമ്മളാ. വറഫഅനാ ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത്, ഒരു വിഭാഗം ആളുകൾക്ക് റബ്ബ് തആലയാകുന്ന ജ്ഞാന സ്ഥാനമാനങ്ങൾ കൊടുത്തതെന്തിനാ? ഒരു വിഭാഗം ആളുകൾക്ക് അധികാരത്തിന്റെ ഹുങ്ക് കൊടുത്തതെന്തിനാ? ലിയത്തഖിദ ബഅദുഹും ബഅലൻ സുഖ്രിയാ, അവർ പരസ്പരം പരിഹസിക്കുന്നവരാവാൻ വേണ്ടി. പാവങ്ങളെ കണ്ടാ മുതലാളിമാർക്ക് പുച്ഛമാ, സാധുക്കളെ കണ്ടാ മുതലാളിമാർക്ക് പുച്ഛമാ, കൈകാലുകളില്ലാത്ത പാവങ്ങളെ കണ്ടാൽ ആരോഗ്യമുള്ളവന് പരിഹാസമാ. എന്നാ വറഹ്മത്തു റബ്ബിക ഖൈറുൻ മിമ്മാ യജ്മഊൻ, അല്ലാഹുവാകുന്ന നിങ്ങളെ രക്ഷിതാവിന്റെ കാരുണ്യന്മാർക്ക് ലഭിച്ചോ? റബ്ബിന്റെ റഹ്മത്താർക്ക് ലഭിച്ചോ? ആ റഹ്മത്ത് ലഭിച്ചത് അവർക്കുണ്ടായ സമ്പത്തിനേക്കാൾ മഹത്വമാണ് നബിയേ. ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി.
അപ്പൊ ദുന്യാവിലുള്ള ഒരു പരീക്ഷണം, ദുന്യാവിലുള്ള അധികാരം, ദുന്യാവിലുള്ള മക്കളില്ലായ്മ, തറവാടില്ലായ്മ, ഇതിന്റെ പേരിലൊന്നും മുസ്ലിം സമുദായത്തിന് ഒരു വിഷമം വേണ്ട. കാരണം എന്താണ്? എന്താ നിങ്ങൾക്കൊരു ചായ കുടിച്ചിട്ടാ നിങ്ങളെ ഇതെന്താണ്? ഇത് ദുന്യാവ്. ദുന്യാവിന് അല്ലാഹു തആലാന്റെ അടുക്കൽ ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഉണ്ടായിരുന്നുവെങ്കിൽ, നിബിതങ്ങൾ പറയുന്നുണ്ട്, മാ അഅതാ കാഫിറൻ മിൻഹാ ശൈആ, ദുന്യാവിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ അല്പത്തിന്റെ വില പോലും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാനെ നിഷേധിക്കുന്ന ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം വന്നു കൊടുക്കുമായിരുന്നില്ല. ഇന്നിപ്പോ നേരെ തിരിച്ച പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് ഒന്നുമില്ല, ഒക്കെ കാഫിരീങ്ങൾക്ക്. അള്ളാനെ ധിക്കരിക്കുന്ന പെങ്ങൾ നോക്ക്, സുന്നികൾക്ക് സമ്പത്ത് കുറവാണല്ലോ. വലിയ സമ്പന്നര്, ഡോക്ടറായാല്, അഡ്വക്കേറ്റ് ആയാല്, സ്കൂളിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായാൽ മതി, അപ്പോത്തിന് ഓൻ കാലം മാറും. ഓൻ അപ്പം മുജാഹിദായി, ഓൻ ജമാഅത്തായി, ചില ആൾക്കാർ ഖാദിയാനികളായി. വലിയ ബിസിനസ്സുകാരായ പിന്നെ ആകേണ്ട ഒരു സാധനമാണ് തബ്ലീഗ് ജമാഅത്ത്. കാരണം ഓരോ ബിസിനസ്സിനും വേണ്ടിയിട്ട് ഒരുപാട് യാത്ര പോകേണ്ടി വരും. അപ്പൊ ഒരു ജമാഅത്ത് എന്ന പേരും വെച്ചൊരു യാത്ര തന്നെ ഓലെ കച്ചവടാണ് നടക്കണം. അള്ളാഹു ഓൽക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഇപ്പഴണ്ടോല് നിങ്ങൾ കഴിച്ചില്ലായി. എടത്തനാട്ടുകാരങ്ങൾക്ക് അറിയാം. എടത്തനാട്ടുകാരൻ ഞാൻ നിൽക്കണ എടത്തനാട്ടുകാരിയില് അള്ളാന്റെ തൗഫീഖോടുകൂടെ 30 മഹല്ല് മുജാഹിദിന്റെ മഹല്ല. ഒരൊറ്റ സുന്നി അവിടെ അല്ല, കണ്ണേറ് തട്ടാക്കാനും കൂടിയില്ല. ഇതൊക്കെ ചിരിച്ചാൽ മതി, അവിടെ ജീവിക്കണം. ഇഞ്ച അവസ്ഥകൾ ആലോചിക്കുള്ള. അവിടുന്ന് ഞാൻ വരുന്നേ. അവിടെ എ പി ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി, 25 കുട്ടികള്. അൽഹംദുലില്ലാ 2 കൊല്ലായിട്ട് ഓതി പഠിക്കേണ്ട ഒരു ഉറുപ്പ്യ കടല്ല. അല്ലാഹു തആല കടല്ലാതെ മുന്നോട്ടാവാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ദുന്യാവിന് മുതലാളിത്തം, അധികാരം, ഇതൊക്കെ നിഷേധികൾക്കാണ് ലഭിക്കുക. സുന്നികളെ ഏത് പരിപാടി പോയാലും ഒരു പിരിവുണ്ട്. അപ്പൊ മദ്രസന്റെ കോലാപ്പ് ദത്താപ്പ് ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയേണ്ട സമയം ഇത്രേ. അല്ലാഹു തആല ഇട്ടൊന്ന് എളുപ്പാക്കി തരട്ടെ. അതുണ്ട്, വേറെ അതും കൂടി ഉണ്ടായിക്കോട്ടെ. അതെ, ഉണ്ടാക്കണല്ലോ. എവിടെ ചെന്നാലും പിരിവ്. ഇവിടെ ഉണ്ട പിരിവ്? അതെന്നെ. ഇതില്ലാതെ ഞമ്മക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിന് പിരിവ് ചോദിക്കാൻ എനിക്കും തരാൻ നോക്കും. എന്താ ഇനാമി വരാത്ത? അപ്പൊ ദുന്യാവിലുള്ള കിടപ്പ് എന്ന് പറഞ്ഞാലേ അത് പാവങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ. ചിലപ്പോ അള്ളാനെ ധിക്കരിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം ലഭിക്കും. ബറക്കത്ത് ഇഷ്ടം പോലെ കൊടുക്കും. ബറക്കത്ത് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. ഇള്ളിയിൽ അല്ലാഹു തആല നമുക്കും ബറക്കത്ത് തരട്ടെ. ഞാൻ ഓതി പഠിക്കണ നേരത്തെ ഉസ്താദിനെ ഇടക്കിടക്ക് ചായ കൊണ്ടേ കൊടുക്കുന്ന ഒരു മുത്തഅല്ലിമുണ്ടായിരുന്നു. ഓന്റെ പേരും നിങ്ങൾ ചോദിക്കരുത്. അപ്പൊ ഓൻ ചായ കൊണ്ടേ കൊടുത്ത മൂലിയര് കുടിച്ചതിന്റെ ബാക്കി ബർക്കത്തിന് വേണ്ടിട്ട് ഓൻ എന്ത് ചെയ്യും? കുടിക്കും. അതിന് എന്നൊരു പേര് തന്നെ ചായ. അതിന് ആ പെരക്കാർക്ക് തോന്നി ഇതിപ്പോ ചായ കൊടുത്ത് മൂലിയര് ഉണങ്ങാൻ തുടങ്ങി, നമുക്ക് കുറച്ച് പായസാക്കാം. അങ്ങനെ അയാൾക്ക് പായസം കൊണ്ടുവരും. അപ്പൊ ബർക്കത്തിന് വേണ്ടി കുടിക്കണ കുട്ടിക്ക് പിന്നെ ലാസ്റ്റ് എന്ത് കിട്ടില്ല? പായസത്തിന്റെ രസമുണ്ട്. മൂലിയരാണ് കുടിച്ചു തീർക്കുന്നു. കുട്ടിക്ക് എന്ത് കിട്ടില്ല? ബർക്കത്ത് കിട്ടില്ല. അതുകൊണ്ട് ഓന് വിഷമായി. ഓൻ ആദ്യം ബർക്കത്ത് എടുത്തിട്ട് പിന്നെ ഉസ്താദിന് കൊടുക്കും. എവിടെയാന്ന് ചോദിച്ചത് കേട്ടോ, ആരാ കുട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഏതായാലും ആവൂല, നിങ്ങൾക്ക് ഉറപ്പല്ലേ. അപ്പൊ അത് ദുന്യാവിന്റെ കിടപ്പ് എങ്ങനെയാ? ദുന്യാവ് എന്ന് പറഞ്ഞാല് അല്ലാഹു തആലയുടെ അടുക്കൽ ഒരു ഈച്ചയുടെ വില പോലും ദുന്യാവിനുണ്ടായിരുന്നുവെങ്കിൽ മാ അതാ കാഫിറൻ മിൻഹാ ശൈആ, ഒരു തുള്ളി പോലും ദുന്യാവ് അല്ലാഹു തആല കൊടുക്കുമായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബദാ സബ്ബ അലൈഹൽ ബലാഅ സബ്ബാ. ഒരു
യഥാർത്ഥ അടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്ബാലൈഹൽ ബലാഅ സബ്ബാ, അവനക്ക് ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പരീക്ഷണങ്ങൾ വരുമ്പോ എന്നെ അല്ലാഹ് ഇഷ്ടപ്പെട്ടു എന്ന ധാരണയാ പൊന്നുമോനെ നമുക്ക് വേണ്ടത്. ഓ എന്റെ ഉമ്മ, റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ യജമാനനായ റബ്ബ് തആല എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്നെ ആദരിച്ചിട്ടുണ്ടല്ലോ, എന്നെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാ ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ സബ്ബല്ലാഹു അലൈഹൽ ബലാഇ സബ്ബാ. ഒന്നിനായ തങ്ങളുപ്പാപ്പ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. തങ്ങൾ വന്നാ പിന്നെ അങ്ങനെ എവിടെയും തങ്ങന്മാര് വന്ന് നമ്മൾ പരിപാടി നിർത്തണം. ഓൽക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും ഞാൻ ചെയ്യൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റെങ്കിലും പറയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊന്ന് കൈയോക്കി കാണി. കണ്ടങ്ങൾ എല്ലാവർക്കും 10 മിനിറ്റ് പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറത്ത് പോകരുതെന്നാ പറഞ്ഞത്. നിങ്ങളെ ഉള്ളെടുക്കാൻ വേണ്ടി ചോദിച്ച ആയിക്കോട്ടെ, നിങ്ങളെ നീയത്ത് പോലെ മയ്യത്താവട്ടെ. ഞാൻ നിർത്തിയിട്ട് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് കൂടുതൽ അല്ലാഹു ദുനിയാവിൽ സുഖം കൊടുക്കൂല. സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, അല്ലാഹു സുബ്ഹാനഹു തആല അവന് പരീക്ഷണങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുകയാ. അത് തന്നെയല്ലേ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അക്തറ ഗമ്മഹു. ഒരു യഥാർത്ഥ അടിമക്ക് സങ്കടം വരുമ്പോ അല്ലാഹ് അവനെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ്. വഇദാ അബ്അല അബ്ദൻ വസഅലൈഹി ദുനിയാ, ആ നേരത്ത് ദുനിയാവിൽ ഒരു പരീക്ഷണങ്ങളുമില്ല, ഒരു രോഗവും അവന് വരുന്നില്ല, ഒരു കടവും അവന് എത്തിപ്പെടുന്നില്ല. ഇങ്ങനത്തെ ഒരു അടിമയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അതേ അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ്. മഹാനായ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജാഫർ ഇബ്നു സുലൈമാൻ തങ്ങൾ പറയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നിന്ന് പ്രമുഖനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് ഞാൻ ചെന്നപ്പോ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടുപോയി, ഇന്നൽ ഖൽബ ഇദാ ലം യകുൻ ഫീഹി ഹുസ്നുൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ വിഷമം വരുന്നില്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സിലേക്ക് സങ്കടം വരുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം നശിച്ചുപോയതാ, അവന്റെ ഹൃദയം കേടുവന്നു പോകും. ഇതുപോലെയെന്നോ കമാ അന്നൽ ബൈത ഇദാ ലം യസ്കുന, ഒരു വീട്ടിൽ ആള് താമസമില്ല എങ്കിലോ, ഒരു വീട് പൂട്ടിയിട്ടാലെങ്കിലോ, ഒരു വീട് നമ്മൾ പുതുതായി നിർമ്മിച്ചതിൽ ആള് താമസിക്കുന്നില്ല എങ്കിലോ, ആ വീട്ടിൽ കാവല് അല്ലാഹു തആല ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം ആ വീട്ടുകാരന് കൊടുക്കുന്നില്ല എങ്കിലോ, ആ വീടിന്റെ പെയിന്റ് നശിച്ചു പോകുന്നത് പോലെ, അതിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്നത് പോലെ, ആൾ താമസമില്ലാത്ത വീട് നശിക്കുന്നത് പോലെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനതലങ്ങളില് പ്രയാസങ്ങളില്ല എങ്കിൽ അത് നശിച്ചു പോകുന്നതാ. മഹാനായ മാലിക് ഇബ്നു ദിനാർ, അതുകൊണ്ട് ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ട്, ഞാൻ ഇത്രയും സ്വതക്ക കൊടുത്തിട്ട്, ഞാൻ ഈ കണ്ട സ്വലാത്തിലെല്ലാം പങ്കെടുത്തിട്ട്, ഞാൻ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്കിങ്ങനത്തെ ഒരു പരീക്ഷണം വന്നുവല്ലോ, ഇതിന്റെ പേരിൽ മക്കളെ നമ്മളെ വിഷമിക്കണ്ട കേട്ടോ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല സ്നേഹിച്ചതാ നമ്മളെ. ആ വിഷമമുള്ള ആളുകൾ വന്നുകൊണ്ട് ദുആയിരക്കുമ്പോ അവിടെ റബ്ബിന്റെ സാന്നിധ്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് യജമാനനായ റബ്ബ് തആല പറഞ്ഞതല്ലയോ. മഹാനായ ബയാർ തങ്ങളുപ്പാപ്പ ഒരു സദസ്സിൽ ദുആയിരുന്നാൽ ഉത്തരം കിട്ടുക.
ഖലീല് തങ്ങൾ ഉപ്പാപ്പ ഒരു വിഷയം പറഞ്ഞാൽ അതിന് പരിഹാരം കാണുകയാണ്. അതിന്റെ വലിയ ഒരു കാരണം അവിടെ ആമീൻ പറയാൻ വന്ന ജനസാഗരങ്ങളിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ദുആ. അതുകൊണ്ടാണ് നമ്മളോട് കൂടിയിരുന്ന് ദ്വാരക്കാൻ പറഞ്ഞത്. നിസ്കാരത്തിന് ശേഷം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് കൊണ്ടാ ആരെങ്കിലും ഒരാളാമീൻ അത് കിട്ടണമെങ്കിൽ സുന്നിയായേ മതിയാവൂ. മുജാഹിദിന് അങ്ങനത്തെ ഒരു ഭാഗ്യല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് തീരെയില്ല. ഖാദിയാനികളുടെ കാര്യം പറയും വേണ്ട, തബ്ലീഗുകാർക്കും ആ സൗഭാഗ്യമില്ല. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ പ്രവർത്തകന്മാരും ഒരു തങ്ങളങ്ങ് വന്ന് തങ്ങളങ്ങ് ദ്വാരക്കുമ്പോ ആമീൻ പറയാം മുഅ്മിനീങ്ങൾ വന്നിരിക്കുമ്പോ 40-ൽ 1 മുഅ്മിൻ ദുആക്ക് ഇജാബത്തുള്ള വലിയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ഒരു ആമീൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബ് തആലയോട് ചോദിച്ചു, റബ്ബേ ഐ റബ്ബി ഐന അൽഖാക്, നിന്നെ തേടി പിടിക്കേണ്ട ഇടമെവിടെയാ? ഞാൻ എവിടെയാ പോണ്ടത് നിന്നെ പിടിക്കാൻ? നിന്നെ കണ്ടെത്തിക്കാൻ ഞാൻ എവിടെ പോകണം? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം ഉടനെ അല്ല പറഞ്ഞത്, നിങ്ങളെ കഅബാലയത്തിൽ പോയിക്കോളൂ, നിങ്ങളെ പള്ളിക്കകത്ത് ചെന്നോളൂ, നിങ്ങളെ വേറെ ഏതെങ്കിലും മഹത്തായ സ്ഥലങ്ങളിൽ ചെന്നോളൂ എന്ന് പറയുന്നതിന് പകരം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, തൽഖാനി ഇൻദൽ മുൻകസിറതി ഖുലൂബുഹും, ഹൃദയം പൊട്ടിയ ആളുകളുടെ അടുക്കൽ എന്നെ പോയി ചോദിച്ചു, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് അല്ലാഹു തആല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഹൃദയം പൊട്ടിയ ആളുകൾ, മനം പൊട്ടി വേദനിക്കുന്ന ആളുകളുടെ അടുക്കൽ ഞാനുണ്ട്. അവരടുക്കൽ പോയി ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും, ഞാൻ അവിടെ, എന്റെ സാന്നിധ്യം അവിടെയാണ് എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്, വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ സാമീപ്യമുണ്ട്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ഇബാദത്തി തൂലുൽ ഹുസ്ൻ, ഏറ്റവും വലിയ ആരാധന ഏതാ, ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, തൂലുൽ ഹുസ്ൻ, സങ്കടം വർദ്ധിക്കുക, അടങ്ങാത്ത വിഷമം, അടങ്ങാത്ത പ്രതിസന്ധി, ഇത് ആ പ്രതിസന്ധിയുടെ മേൽ സഹിക്കുക എന്നത് ഏറ്റവും വലിയ ഇബാദത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ ഉമ്മമാരെ, സങ്കടം വന്നാലോ ആ സങ്കടത്തിന്റെ പേരിൽ നമ്മളെ ക്ഷമിച്ചാലോ ആ സങ്കടത്തിന്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരികയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുകയാണ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കതുറതു ദുനൂബുൽ അബ്ദി വലം യകുൽ ലഹു മാ യുകഫിറുഹാ, ഒരു മനുഷ്യന്റെ തെറ്റുകൾ ധാരാളം വർദ്ധിച്ചോ, അവൻ ആ ദോഷങ്ങളിൽ നിന്നും മാപ്പ് നൽകപ്പെടാനുള്ള ആരാധനകളെ ചെയ്തിട്ടില്ല, അതിനെ പൊറുപ്പിക്കാനുള്ള ഇബാദത്തുകൾ അവന്റെ കൈവശമില്ല. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആരാധന കർമ്മങ്ങൾ വർധനവില്ലാതെ തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇബ്തലാഹുല്ലാഹു ബിൽ ഹുസ്നി ലിയുകഫിറഹാ അൻഹു, അല്ലാഹു തആല അവന് സങ്കടം കൊടുക്കും, അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി. ആ സങ്കടത്തിന്റെ പേരിൽ അവന്റെ ദോഷങ്ങൾ അല്ല പുറത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയോ ഒരാൾക്ക് ദോഷങ്ങളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും അവർക്കും സങ്കടങ്ങൾ വരാറുണ്ടല്ലോ, അള്ളാന്റെ റസൂല് വേദനിച്ചിട്ടുണ്ടല്ലോ.
മഹാന്മാരായ അമ്പിയാക്കൾക്ക് സങ്കടം നേരിട്ടിട്ടുണ്ടല്ലോ. അതിന് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു സാദാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഹമ്മു വൽ ഹുസ്നു യസീദാനി ഫിൽ ഹസനാത്ത്. പൊറുപ്പിക്കാനുള്ള ദോഷമില്ല എങ്കിലും ചില ആളുകൾക്ക് സങ്കടം വരും, വിഷമം വരുമ്പോ അതവരുടെ നന്മക്കുള്ള വർധനവിന്റെ കാരണമാണെന്ന് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു സാദാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഓ എന്റെ ഉപ്പമാരെ, ഇങ്ങനെ നമുക്ക് വരുന്ന വിഷമം നമ്മുടെ ദോഷം പൊറുക്കാനാ, നമുക്ക് വരുന്ന സങ്കടം നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനാ. എന്നാ പിന്നെ ഒരു ചോദ്യം, എത്ര വലിയ തെമ്മാടിത്തരം ചെയ്തിട്ട് അല്ലാഹു ഓനെ പരീക്ഷിക്കണില്ലല്ലോ. ആ കോല ആലിമീങ്ങളെ പച്ചക്ക് തിന്നിട്ട് ഓന് ക്യാൻസർ തൊണ്ടക്ക് വന്നില്ലല്ലോ. നമ്മൾ സാധാരണ ആലോചിക്കണ വിഷയമാണ്. ചരീറ്റങ്ങളെ വർത്താനം കേൾക്കുമ്പോ അങ്ങനെ ആലോചിച്ചു പോകും. അല്ലാഹു നമ്മളെ നാവിനൊക്കെ നന്നാക്കി തരട്ടെ. നാവിന് ലൈസൻസ് ഇല്ലാതെ എന്നും പറയുന്നത് കേട്ട ഇവനൊന്നും പാഠ്യം കാണില്ലേ, എന്താ അവന്റെ തൊള്ളി കൂടെ. നമ്മൾ സാധാരണ ഇങ്ങനെ ആലോചിക്കുക. എന്നാ അതിന് മറുപടി മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറയുന്നുണ്ട്, ഇദാ റഅയ്തല്ലാഹ തആല യുഅതി അബ്ദൻ ഫിദ്ദുനിയ അലാ മഅസിയത്തിൻ മാ യുഹിബ്ബു. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തെമ്മാടിത്തരങ്ങളെ കൊണ്ട് മുഴുകുന്ന, പലിശക്ക് പണം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന മുതലാളിയടക്കം ഏത് തെമ്മാടിത്തരത്തിന് മുൻപന്തിയിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങളില്ലാതെ അവരിഷ്ടപ്പെടുന്നതൊക്കെ പടച്ചറപ്പ് കൊടുക്കുന്നത് നിങ്ങളെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ ഒരാളങ്ങൾ കണ്ടു. നിങ്ങളെ നാട്ടിലെ ഒരാൾ, അയാൾക്കില്ലാത്ത തെമ്മാടിത്തരല്ല, പക്ഷെ അയാൾക്ക് ഭയങ്കര അഭിവൃദ്ധി സമ്പത്തില്, അയാൾക്ക് എല്ലാ അനുഗ്രഹവും, നസീബ് എന്ന് പറഞ്ഞ ഒരു 1.5 നസീബ്. ഇങ്ങനെ നിങ്ങൾ ഒരാളെ കണ്ടുകഴിഞ്ഞാൽ മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ഫഇന്ന ദാലിക മിൻഹു ഇസ്തിദ്റാജ്. അത് അല്ലാഹു തആല അവനെ ചൂണ്ടയിട്ട് പിടിക്കുകയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊരു മീൻ പിടിക്കാൻ പോയ ആ മീനിന് ഇരട്ട് കൊടുക്കും. മീൻ ഇതിങ്ങനെ കൊത്തുമ്പോ മീനും തോന്നും, ആരാപ്പ യാദവനാള് പാറിയിൽ ഇങ്ങനെ തിന്നാൻ തരുന്ന ആള്. മീനിങ്ങനെ ആലോചിക്കും, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് വണ്ണം തരും, അത് കെട്ടിത്തൂക്കിയിട്ട് മൂപ്പരിങ്ങനെ തിന്നു. നമ്മളെന്ത് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇങ്ങനെ പോയി കുറച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിച്ചല കുടുങ്ങിയില്ല. ഈ കുടുക്ക് തെമ്മാടിത്തരം ചെയ്യുന്ന, മദ്യപിക്കുന്ന, കുറ്റകാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കുമ്പോൾ അവരതിന്റെ പേരിൽ സന്തോഷിക്കേണ്ട. ഫഇന്ന ദാലിക മിൻഹു ഇസ്തിദ്റാജ്. അല്ലാഹു ചൂണ്ടയിട്ട് പിടിക്കുകയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, നിനക്ക് വരുന്ന പരീക്ഷണത്തിന്റെ പേരിൽ നീ കൂടുതൽ സന്തോഷിക്കേണ്ടതില്ല. നിനക്ക് വരുന്ന സന്തോഷത്തിന്റെ പേരിൽ നീ കൂടുതൽ ആഹ്ലാദിക്കേണ്ടതില്ല. അതിന്റെ പേരിൽ നീ അഹങ്കരിക്കേണ്ടതില്ല. ലാ തഹ്സബന്ന സുറൂറൻ ദായിമൻ അബദാ മൻ സറഹു സമനുൽ സഅതുഹു അസ്മാനു. ഓ മോനെ, ലാ തഹ്സബന്ന സുറൂറൻ ദായിമൻ അബദാ, നിന്റെ സന്തോഷം എന്നും നിലനിൽക്കുമെന്ന് നീ ആഗ്രഹിക്കണ്ട. നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ സമ്പത്തിനൊന്നും അഭിവൃദ്ധി കിട്ടുമെന്ന് നീ കരുതേണ്ടതില്ല. നിന്റെ ആരോഗ്യം എന്നും നിലനിൽക്കുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. മൻസറഹു സമനുൻ സഅതുഹു അസ്മാനു. ഇന്നൊരുപാട് ആളുകൾക്ക് സന്തോഷമാണ്. കാലാന്തരങ്ങൾ കഴിഞ്ഞു കടന്നാൽ ആ സന്തോഷത്തിന് പകരമെല്ലാം വിഷമം നേരിടേണ്ടി വരും. അതിന്റെ പേരിലെല്ലാം പരീക്ഷണങ്ങളിൽ കേണ്ടി വരും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ.
ഏത് പരീക്ഷണങ്ങൾ വന്നാലും അതിന്റെ അടുക്കൽ ഒരു സമാധാനമുണ്ട്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും അപ്പുറത്തൊരു സമാധാനത്തിന്റെ മാർഗമുണ്ട്. എന്നാലോ ഒരാൾക്ക് എന്നും സമാധാനമാണോ? അവനൊരു പരീക്ഷണത്തിന്റെ ഘട്ടം വരാനുണ്ട്. അതുകൊണ്ട് റഅയ്തു ദഹ്റ മുഖ്തലിഫൻ യദൂറു ഫലാ ഹുസ്നു യദൂമു വലാ സുറൂറു വസയ്യദത്തിൽ മുലൂകു ബിഹി ഖസീറാ ഫമാ ബഖിയൽ മുലൂകു വൽ ഖുസൂറു. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയാ റഅയ്തു ദഹ്റ മുഖ്തലിഫൻ യദൂറു. ഞാൻ കാലത്തെക്കുറിച്ച് ആലോചിച്ചുപോയി. ഞാൻ ഓരോ സാഹചര്യങ്ങളും ആലോചിച്ചുപോയി. ഓരോ കൊല്ലങ്ങൾ വരുമ്പോഴും ആ കൊല്ലത്തെക്കുറിച്ച് ചിന്തിച്ചുപോയി. ഫലാ ഹുസ്നു യദൂമു വലാ സുറൂറു. ആ ചെറിയ പ്രായത്തിലുള്ള സന്തോഷം പിന്നെ അവർക്ക് കാണുന്നില്ലല്ലോ. അവർക്ക് ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന വിഷമം പിന്നെ കാണുന്നില്ലല്ലോ. അത് മാറി മറിയുന്ന ഘട്ടങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുള്ളവന് സഹതാപമാ, സഹതാപമുണ്ടായിരുന്നവന് സന്തോഷമാ. ഏതുപോലെ വശയ്യദത്തിൽ മുലൂകു ബിഹി ഖസീറാ വശയ്യദത്തിൽ മുലൂകു ബിഹി ഖുസൂറാ ഫമാ ബഖിയൽ മുലൂകു വൽ ഖുസൂറു. എത്ര വലിയ സമ്പന്നരായി ഇവിടെ വലിയ വീടുകൾ നിർമ്മിച്ചിരുന്നത്. എത്രയെത്ര അംബാനിമാരെയാ നമ്മളെ കണ്ടുപരിചയപ്പെട്ടത്. പണ്ടുണ്ടായിരുന്ന മുതലാളിമാർ ഇന്ന് ദുനിയാവിലെ കാണുന്നില്ലല്ലോ. ഉണ്ടാക്കിയ വലിയ കെട്ടിടങ്ങൾ ഇന്ന് കാണുന്നില്ലല്ലോ. പണ്ടുണ്ടായിരുന്ന പല ടെക്സ്റ്റൈൽസുകളോ ഇന്ന് നമ്മുടെ പുത്തനത്താണി ടൗണിൽ വരുന്നില്ലല്ലോ. അതിനിങ്ങനെ മാറ്റം വരികയാണ്. ഇന്ന് സമ്പത്തുള്ളവന്റെ അടുക്കൽ നാളെ സമ്പത്ത് കാണുന്നില്ല. ഞാൻ പറഞ്ഞത് എത്ര വലിയ സത്യമാണെന്നറിയോ? അത് മഹാന്മാരെ രേഖപ്പെടുത്തിയതല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ അറ്റ്ലസിന്റെ ജ്വല്ലറിയുടെ മുതലാളിയെ നമുക്കറിയാം. എല്ലാവർക്കും പരിചയമുള്ളയാളായിരുന്നു. ഇന്നയാളെവിടെ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ടിവിയിലെ കാണുന്നില്ലല്ലോ. എവിടെ പോയി അയാള്? മരിച്ചിട്ടില്ല. ജ്വല്ലറിയുടെ ഉടമ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളയാൾ. ഇന്ന് അയാൾ UAE ജയിലിൽ 3 കൊല്ലത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് കടം കൊണ്ട് കൊടുക്കാനുള്ള പൈസ കയ്യിലില്ല. വിശ്വസ്ത സ്ഥാപനം പൂട്ടേണ്ടി. വശയ്യദത്തിൽ മുലൂകു വൽ ഖുസൂർ. ഒരുപാട് രാജാക്കന്മാരും ഭരണാധികാരികളും മുതലാളിമാരും കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കി, വലിയ പണക്കാർ വലിയ വീടുകൾ ഉണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കിയ രാജാക്കന്മാർക്ക് ഇന്ന് ഇവിടെ സ്ഥാനമില്ല. അവരെ കാണുന്നില്ല. അവരുണ്ടാക്കിയ കൊട്ടാരം ഇവിടെ കാണുന്നില്ല. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കാണുന്നില്ല. അദ്ദേഹം ഉണ്ടാക്കിയ കൊട്ടാരത്തിന് ഇന്ന് മതിപ്പില്ലാതെ പോയി. ഇങ്ങനെ എല്ലാ ആളുകളും മാറി മറിയേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ദീൻ കൊടുത്തോ, ദീനിനനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ക്ഷമിച്ചവന് പടച്ച റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയല്ലേ, യുബ്തലർ റജുലു അലാ ഖദ്രി ദീനിഹി. ഒരു മനുഷ്യന്റെ മതത്തിന്റെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും കണക്കനുസരിച്ച് മുഅ്മിനാണോ, മുഅ്മിനിന് പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ പരീക്ഷണങ്ങളൊന്നും
വല്ലതും തടുക്കാനോ സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള ഈമാനൊന്നും ഈ പാവങ്ങളിലില്ല. ഞങ്ങളിനി വലിയ പരീക്ഷണങ്ങളെ കൊണ്ട് തകർത്തെറിയല്ല അല്ലാ. ഞങ്ങളെ ഈമാനിന് കളങ്കം വരുത്തല്ല അല്ലാ. ഉമ്മ വീട്ടിലുള്ളവര് മരിച്ചാ നെഞ്ചത്തടിക്കണ്ട. കടം വന്നതിന്റെ പേരിൽ തൂങ്ങിച്ചാവണമെന്ന ചിന്ത വേണ്ട. കഴിഞ്ഞ 2 ദിവസം മുമ്പാ അതേ മണ്ണാർക്കാടിയിലുള്ള ഒരു ചെറുപ്പക്കാരന് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന് അവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ സമയം ഇപ്പോ 2 മണിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. 3 മണിയായ അനിയന്നെ മയ്യത്തെടുക്കോ, നിങ്ങളൊന്ന് വന്നു ദുആയിരക്കുമോ? എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, നിങ്ങൾ വരുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ചു പറയാതിരുന്നത്. ഞാൻ ചോദിച്ചു, മരിച്ചിട്ട് മയ്യത്തെടുക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വിളിച്ചാൽ നിങ്ങൾ 2 മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുമായിരുന്നു. ഇന്ന് ഞാൻ മണ്ണാർക്കാട് വിട്ട് മമ്പാടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ തിരിച്ചു വരാനാ. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകൻ പറയുന്നു, ഉസ്താദേ നിങ്ങളോട് പറയാനുള്ള മടി കൊണ്ടാണ്, നിങ്ങൾ വരൂല എന്ന ഉറപ്പ് കൊണ്ടാണ്. എന്റെ അനിയൻ നിന്ന് സുബഹിക്ക് ശേഷം തൂങ്ങി മരിച്ചിട്ടുണ്ട് ഉസ്താദ്. എന്തോ ഒരു വിഷമം നേരിട്ടതാണെന്ന് ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല. നിങ്ങൾ വരുമോ എന്ന പേടിയുണ്ട്, നിങ്ങളോടെങ്ങനെ പറയുമെന്ന് പേടിയുണ്ട്. അതുകൊണ്ടാ ഉസ്താദെ ഞാൻ പറയാതിരുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് മാനസിക വിഷമം കൊണ്ട് പറ്റിയതാണ്, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ, വിഷമമില്ലാത്തവരില്ല, സങ്കടമില്ലാത്തവരില്ല, വേദനിക്കാത്തവരില്ല. പക്ഷേ ആ നേരത്ത് നമ്മുടെ ഈമാനിന് കോട്ടം പറ്റിയില്ലെങ്കിൽ അതിനേക്കാ വലിയ നല്ല ഒരു ഇബാദത്ത്, അതിനേക്കാ വലിയ നല്ലൊരു കാര്യം അല്ലാഹ് നമ്മുടെ ദുനിയാവിലെ തരുന്നില്ല കേട്ടോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാ, നെഞ്ചത്തടിച്ച പരീക്ഷണത്തിന്റെ പകരമായി ലഭിക്കുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകോ, നെഞ്ചത്ത് തന്നെ അടിക്കണമെന്നില്ല. മല്ലറബ യദഹു അലാ ഫഖദിഹി ഇൻദ മുസീബത്തിൻ ഫഖദ് ഹബത ഹജ്റുഹു. ഒരു പരീക്ഷണം നേരിട്ട നേരം, ഒരു പരീക്ഷണം ജീവിതത്തിൽ വന്നപ്പോ ഒരാള് ആ മുസീബത്തിന്റെ പേരിൽ വേദനിച്ച് അവന്റെ സ്വന്തം തുടക്കടിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന്റെ പകരമായി കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. പരീക്ഷണങ്ങളെ നേരിടുന്ന നേരത്തെ ഒരാള് ഈ പണ്ടാറടക്കാന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അടക്കാനായാലും ശരി, നിങ്ങൾ തുടക്ക മുസീബത്തിന്റെ പേരിൽ അടിക്കുകയാണെങ്കിൽ നെഞ്ചത്ത് പിന്നെയല്ലേ. ആ തുടക്കടിക്കലോടുകൂടെ പരീക്ഷണത്തിന് നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. ക്ഷമിക്കാൻ മനസ്സ് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷമിക്കല്ല. ക്ഷമിക്കലെപ്പോഴാ? ഉണ്ടായ നേരത്തെ കുറച്ചുണ്ട് കഴിഞ്ഞിട്ട് പറയണ്ടൊക്കെ പറഞ്ഞ് അള്ളാന്റെ കഥ അള്ളാന്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ടാരോ ഞാൻ കണ്ണൂര് ജോലി ചെയ്യുമ്പോൾ ഒരു ചങ്ങായി വന്നു. ഓൻ ഗൾഫിലൊക്കെ പോയി സുന്നീസം വിട്ട് വേറെന്തോ അയക്കണ്. അപ്പൊ ഓഞ്ഞോട് പറഞ്ഞു, ഉസ്താദെ എനിക്കൊരു 3 ചോദ്യം ഉണ്ട്, ഉത്തരം തരുമോ? ഞാൻ പറഞ്ഞു 3 അല്ല 30 അല്ല 300 ആണെങ്കിൽ ചോദിച്ചോ, വാതിലും നടക്കുക. ഓൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദെ അള്ളണ്ടോ ചോദിച്ചു. അപ്പൊ തന്നെ മനസ്സിലായി ഓന് സുന്നിയും വിട്ട് മുജാഹിദും വിട്ട് വേറെന്തെല്ലാം അയക്കണം. കാരണം അവന്റെ ചോദ്യം തന്നെ അള്ളണ്ടോ. ഞാൻ പറഞ്ഞിട്ടല്ലോ, ഉണ്ടെങ്കിൽ എന്താ കാണാത്ത? ഉണ്ടെങ്കിൽ കാണണ്ടേ? നിങ്ങളിവിടെ ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങളെ കാണുന്നത്, ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നെ കാണില്ലേ, പിന്നെന്താ അള്ളാനെ മാത്രമാണ് കാണാത്ത? ഇവന്റെ ചോദ്യം കേട്ടപ്പോ എനിക്കും തോന്നി ഉത്തരം മുട്ടുക. ഞാൻ എന്റെ 2ാമത്തെ കുറ്റിയും കൂടി ഇടുക. ചിഞ്ഞെന്താ ചോദിക്കുക, ഒന്നുകൂടി ഉണ്ട്. ഇബ്ലീസ് സ്വർഗത്തിലോ നരകത്തിലോ? എവിടെയാ നിങ്ങളെ ഭാഗത്തുള്ള ഇബ്ലീസ്? എവിടെയാ
നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ച, അല്ലെങ്കിൽ ഇപ്പൊ കൺഫ്യൂഷൻ ആവുമല്ലോ. എവിടെയാ? നരകത്തിലല്ലേ? ആണ്. ഈ ഇബ്ലീസ് എന്തിനാ സൃഷ്ടിക്കപ്പെട്ടതാ? എന്താ ഇവര് ഇബ്ലീസിനെയും കണ്ടിട്ടില്ല. ഇബ്ലീസ് എന്തിനാ സൃഷ്ടിക്കപ്പെട്ടതാ? തീയനലാ. ഇപ്പോഴങ്ങൾക്കൊരു ഉഷാറ്. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇങ്ങനെ ഒച്ചേക്കണ്, അതാണ് എനിക്കിഷ്ടം. തീയ നരകോ? പിന്നെന്ത് ശിക്ഷ അത്? ഒരു പാട്ട വെള്ളമൊഴിക്കുകയാണെങ്കിൽ കരിഞ്ഞെങ്കിലും പോവാന്നൊക്കെ. തീയിന്റെ മുകളിലേക്ക് തീയിട്ട എന്ത് ശിക്ഷ? ചോദ്യം 2. ഞാൻ പറഞ്ഞ ഏതായാലും 2 ചോദിച്ചിട്ട് ഒന്നും കൂടി ചോദിച്ചുകൂടായിരുന്നു. എന്നോട് വെച്ച് ഈ ഖലാ കാരണം എന്താണ്? ഖലാ വിധി എന്നൊക്കെ പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞ ഖലാ വിധി എന്നൊക്കെ പറഞ്ഞാല് എന്റെ അടുത്തുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പള്ളിയിലെ ഖത്തീബല്ലേ, ഞാൻ ചവിട്ടാനി കുറ്റി വന്നോട് കൊടുത്തു. പുറത്ത് പറയാൻ കേട്ടോ, ഇനിയിപ്പൊ അത് തീവ്രവാദിയാക്കും. ഒന്നാണ് കൊടുത്തപ്പോ പറഞ്ഞു, അല്ലാ ഈ എന്താ അവസ്ഥ, അത് എന്തടിയ? ഞാൻ ചോദിച്ചു എന്താണ്? ഭയങ്കര ബെരുത്തണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു ബെരുത്തോ? കാണില്ലല്ലോ. അതിലോ പറഞ്ഞു ബെരുത്തം കാണൂല ഉസ്താദ്, സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി അള്ളിയുണ്ട്, കാണൂല. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇബ്ലീസ് നരകം. ഞാൻ ചോദിച്ചു മോൻ എന്റെ കൈ എന്തുകൊണ്ട് സൃഷ്ടിച്ചതാ? മണ്ണുകൊണ്ട്. എന്റെ മോന്റെ അതും മണ്ണോട്. ഇങ്ങോട്ട് എനിക്ക് വിരുത്താ ചോദിച്ചാൽ ആ വിരുത്ത എന്നമാതിരി ഇബ്ലീസിനും വിരുത്താവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം എന്താ? നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, ഞാൻ അവിടെ ഉത്തരം കണ്ടുപിടിച്ച ആ ഒരു ഉഷാറെന്ന്. ഇവിടെ ശരിക്കും എനിക്ക് ഇവിടെ അവാർഡ് തരണം. ഞാനിപ്പോ ഈ നേരം കെട്ട നേരത്തെ അതുകൊണ്ട് ചോദിക്കണ്ട. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഖലാകാരൻ എന്താ? ഞാൻ ചോദിച്ചു മാനെ ഒരു 2 മിനിറ്റ് മുമ്പ് വരെ, ഒരു 2 സെക്കൻഡ് മുമ്പ് വരെ ഇതേമാതിരി ഒരു കൊട്ട് കിട്ടുമെന്ന് വിചാരിച്ചതിന് വെച്ച് ഇല്ല, അങ്ങനെ വിചാരിക്കാതെ വരുന്നതിനാണ് ഖലാ എന്നും പറയാൻ. 3 ചോദ്യത്തിന് ഒരൊറ്റ അടി മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലാ എന്ന് പറഞ്ഞ് പിന്നീട് സമാധാനിച്ചത് കൊണ്ടായില്ല. പരീക്ഷണത്തിന്റെ പേരിൽ സ്വന്തം തുടക്കടിക്കാൽ ആ തുടക്കടിച്ചത് കൊണ്ട് നിങ്ങളെ മുസീബത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്. അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തിന്റെ പേരിലെല്ലാം ക്ഷമിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പ മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ലാ തഹസന അല ദുനിയാ. ഓ അമ്മാറേ, ദുന്യാവിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കരുത്, ദുന്യാവിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. ഫഇന്ന ദുന്യാ ശിദ്ദത്തു ഉശിയാ. ദുന്യാവെന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ് ദുന്യാവിലെ ആകെയുള്ളത്. ദുന്യാവിലുള്ളത് ആകെ 6 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അമ്മാറിനോട് പറയുന്നു, ഓ അമ്മാറേ, ദുന്യാവെന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലും മതൂം, നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം ദുന്യാവിലുള്ള ഒന്ന്. രണ്ടാമതും മശ്റൂബ്, കുടിക്കുന്ന വെള്ളമാണ്. മൂന്നാമതും മൽബൂസ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമാണ്. നാലാമതോ മശ്മൂമും, നല്ല വാസനയാണ്. വമർകൂബും, സഞ്ചരിക്കുന്ന വാഹനമാണ്. വമങ്കൂഹ്, ജീവിതത്തിലേക്ക് വരുന്ന തുണകളും ഇണകളുമാണ്, ഭാര്യ ഭർത്താക്കന്മാരാ. ഇങ്ങനെ നിനക്ക് ദുന്യാവിൽ ലഭിക്കുന്ന 6 അനുഗ്രഹങ്ങളാണുള്ളത്. ഈ 6 വസ്തുക്കളെ കൊണ്ടാണ് ദുന്യാവിന് അല്ലാഹു തരപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടോ ബഹുമാനപ്പെട്ട അലി തങ്ങൾ അമ്മാറിനോട് പറയുന്നു, അതുകൊണ്ട് അമ്മാറേ, ദുന്യാവിന്റെ പേരിൽ നീ വിഷമിക്കേണ്ടതില്ല. ഫഅക്ബറു തുആമിഹാ അൽ അസ്ലു, നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും വലിയ ഔഷധവീര്യമുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമേതാ? ഏറ്റവും വലിയ ഭക്ഷണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണോ അൽ അസ്ലു, തേനാണ് കേട്ടോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? തേൻ. ഔഷധവീര്യമുള്ള ഒരു ഭക്ഷണമാണ് ഏത്? തേന്. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നമുക്ക് രോഗങ്ങൾക്ക് ശിഫ തരട്ടെ. നിങ്ങളെ 1 ഉറുപ്പ്യന്റെ കോഴി ഒന്നല്ല, നിങ്ങളാ കോഴി ഉണ്ടല്ലോ, എന്ത് പ്ലാസ്റ്റിക്കിന്റെ കോഴി, എവിടെ ചെന്നാലുണ്ടാവും. അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് തരട്ടെ. അല്ലാഹു ആഫിയത്ത് തരട്ടെ.
ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ, നിങ്ങളെ ഈ പുതിയ ന്യൂ ജനറേഷൻ കോയിന്റെ പിന്നാലെ പോകേണ്ട ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. തീരെ തിന്നണ്ടെന്ന് ഞാൻ പറയില്ല, ഇടയ്ക്കൊക്കെ തിന്നോളി. കാരണം ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ ഇഞ്ഞ കാണണം, ഇയാളല്ല അവിടുന്ന് ഇങ്ങനെ ബീമ്പളക്കി ഇനിയിപ്പൊ എന്താ പറഞ്ഞിരിക്കണു വെച്ചാൽ എപ്പോഴെങ്കിലും തിന്നണ ഒരു ഘട്ടമെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങളെ. പഴയ കോഴിയല്ല ഇപ്പത്തെ കോഴി. പഴയ കോഴി എന്ന് പറഞ്ഞാൽ 10 ആൾക്കാർ ഒരു സൽക്കാരത്തിന് വന്നാൽ ഒരൊറ്റ കോയിന്റെ കാല് മതി 10 ആൾക്കും കൂടി. അല്ല ചേര എന്തങ്ങ് കുഞ്ചമാരി ഓർമ്മശക്തി വർദ്ധിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. 10 ആള് കൂടിയാലും ഒരു സൽക്കാരത്തിന് എന്ത് മതി? ഒരു കോയിന്റെ കണ്ടം മതി, ഒരൊറ്റ. അത് എല്ലാവർക്കും മതിയോ? ചോറിട്ട് കാണും കറി ഒഴിച്ച് കോയിന്റെ കഷ്ണം പൊരിച്ചങ്ങനെ കുത്തി വെക്കുമ്പോ തിന്നാൻ തോന്നും. അതൊന്ന് എടുത്തൊന്ന് പറിച്ചു വെക്കും. കിട്ടൂലെന്ന് കണ്ട കജ്ജണ് നക്കിയിട്ട് അത് അവിടെ തന്നെ കുത്തും. അപ്പൊ മറ്റൊന്ന് നോക്കുക, അവന് കിട്ടിയില്ല, എന്നാ അവന്റെ തുപ്പിലെത്തിരി ചെറിയൊരു പൊതുർപ്പുണ്ടാക്കുന്ന പിന്നെ നമുക്ക് നോക്കുക. ഓനും നോക്കും. ഓൻ ഈ നക്കല് മാത്രമേ ബാക്കിയുണ്ടോ, എന്നാൽ എല്ലാം ഇമ്പത്തനല്ല, ഇറച്ചി ഇമ്പത്തനുണ്ട്. 10 ആള് നക്കിയാലും ഇറച്ചി ഒന്നും അനങ്ങിയിട്ട് കൂടി ഉണ്ടാവില്ല. അതാ പണ്ടത്തെ കോഴി. ഇപ്പത്തെ കോഴി നോക്കിയാൽ മതി, അപ്പൊ ഇതിന് ഇറച്ചിയൊക്കെ എങ്ങനെ കൊഴിഞ്ഞാടി പോയി. അർത്ഥ കോയിനെ നമ്മൾ സൈക്കിൾ മേലോ ബൈക്ക് മേലോ കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ പൊടിഞ്ഞിട്ടാണ് എല്ല് വേറെ ഇറച്ചി വരെ. അത് ശക്തി. അത് തിന്ന് നമ്മളെ കുട്ടികൾ ഇതേമാതിരി വെള്ളത്തിൽ കിടന്ന് വീർത്തമാരിയേക്കണം. അത് നമ്മളെ കുട്ടിയൊക്കെ കാഫിയെ തരട്ടെ. അപ്പൊ ഞാൻ പറയാം, ആ കോയിന്റെ വെയ്ത്താലെ വല്ലാതെ പോണ്ട, എപ്പോഴെങ്കിലൊക്കെ രസത്തിന് തിന്നൂള. പിന്നെ ഇത് കാണുമ്പോ ആരാ തിന്നാക്കല്ലേ. ഞാനിപ്പോ ആര് വേദന വിളിച്ചാലും എന്നോട് വെച്ച് എന്താണ് ഉസ്താദ പക്ഷെ ഞാൻ പറഞ്ഞത് തനി നാടൻ ഇറച്ചിക്കറിയൊന്നും വേണ്ട, കോഴി വേണ്ട, ബിരിയം വേണ്ട, നെയ്ച്ചോറ് വേണ്ട, ഒന്നും വേണ്ട, നാടൻ ഭക്ഷണം മതി. അങ്ങനെ നാടൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. അതിന്റെ ഒപ്പം തന്നെ കുഴിമന്തി ഉണ്ടാവും. ഇത് കണ്ട നാടൻ ഭക്ഷണം ഞാൻ മറന്നു പോവുക. അതിപ്പോ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഇത് ഒരു ഭാഗത്ത് നാടൻ ഭക്ഷണം ഉണക്കമീനൊക്കെ ഉണ്ടായാലും ഇതിന്റെ അപ്പുറത്ത് കോഴി ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോ ആരായാലും തിന്നുപോകും. അത് നമുക്ക് ക്ഷമ തരട്ടെ. അതാ പറഞ്ഞേ. അപ്പൊ അത് ഈ പരമാവധി അത് ഒഴിവാക്കുക. അള്ളാഹു തആല നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ. ഞാൻ ഇതിന്റെ അടുക്കൊരു കാര്യം പറയാം. ഈ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങള് നമ്മളെ ശരീരത്തിൽ പെടാതിരിക്കാൻ മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ പറഞ്ഞൊരു മാർഗമുണ്ട്. ഇത് കേൾക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കണ്ടോ, എന്നാ പിന്നെ നാളെ മുതൽ അടിച്ച് പൊളിച്ചത് ചൊല്ലിയിട്ട് എന്നാണ് അങ്ങനെ വിചാരിച്ചത്. ഒരു മിതമായ തീറ്റ തിന്നുന്ന ഉറപ്പുള്ളവരെ കൈയൊക്കി കാണി പള്ളക്ക്. ഒരൊറ്റൊന്നും ആ ഭയത്തെ ചെക്കന്മാരൊന്നും ഒറ്റൊന്നും പോക്കണില്ലല്ലോ. തിന്നാനായിട്ട് ജീവിക്കുക, അള്ള വർക്കത്ത് ചെയ്യട്ടെ. അല്ല പിന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളെ തിന്നുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങള് നമ്മളെ ശരീരത്തിൽ പെടാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താ? കഴിക്കുന്ന ഭക്ഷണത്തില് ലീലാഫി കുറസ് ലീലാഫി റിഹലത്ത് ശിതാഇ വസ്സൈഫ് എന്ന് പറഞ്ഞ സൂറത്തൊരു 3 തവണ ഓതിയിട്ടൊന്ന് മന്ത്രിക്കാം. ഞാൻ അതിന് ബായാർത്ഥങ്ങളെ തെരഞ്ഞു പോകാൻ നിൽക്കണം. നിങ്ങൾക്ക് തന്നെ മന്ത്രിക്കാം. തിന്നുന്ന ആള് മന്ത്രിക്കാം. അത് നല്ലൊരു കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് കാഫിയത്ത് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ പടച്ചത് തന്നെ ഒന്ന് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? അസ്ലു തേന. എവിടുന്നാ തേനുണ്ടായത്? എങ്ങനെയാ തേനുണ്ടായത്? വരീഖത്തു ദുബാബ. അതൊരു ഈച്ചയുടെ തുപ്പുനീരല്ലയോ? ഈച്ചയുടെ വായിൽ നിന്ന് വന്ന തുപ്പുനീരല്ലേ തേനായി നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതല്ലേ നിങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ഭക്ഷണമായിട്ട് കാണുന്നത്? രണ്ടാമതോ മശ്റൂബ്. പിന്നീട് അല്ലാഹു തആല ദുനിയാവിൽ വെച്ചതൊരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ളത് വെള്ളമല്ലേ? വ അക്ബറു ശറാബിഹാ അൽമാ. ദുനിയാവിലെ ഏറ്റവും നല്ല വെള്ളോ, ഏറ്റവും നല്ല കേടില്ലാത്ത വെള്ളം പച്ചവെള്ളമാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടിയ ജ്യൂസുകളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സെവനപ്പുകളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പെപ്സി കോളകളുള്ളൂ. അക്ബറു ശറാബിഹാ അൽമാ. പച്ചവെള്ളമല്ലേ ഏറ്റവും നല്ല പാനീയോ? ഇതല്ലേ ഒരു മനുഷ്യന് നിർബന്ധമായിട്ടുള്ളത്? ഓ എന്റെ സുഹൃത്തുക്കളെ, ആ പച്ചവെള്ളം കുടിക്കുകയും ഉപകരിക്കുകയും ചെയ്യുന്ന വിഷയത്തില് യസ്തവീ ഫീഹി ജമീഉൽ ഹയവാൻ. അത് മനുഷ്യന് മാത്രമല്ലല്ലോ, മറ്റു മൃഗങ്ങളിലും അതിന് തുല്യമാണല്ലോ.
ഇനിയോ ബഹുമാനപ്പെട്ട അമ്മാറിനോട് അലി തങ്ങൾ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ കാര്യമേതാ? നിങ്ങൾക്ക് ഏറ്റവും നിർബന്ധമായി ദുന്യാവിൽ കിട്ടേണ്ടതേതാ? വൽ മൽബൂസ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ആ വസ്ത്രത്തിൽ ഏറ്റവും വലിയ വസ്ത്രമേതാ? ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്ത്രമേതാ? അദ്ദീബാജ്, നല്ല പട്ടുവസ്ത്ര, വിലപിടിപ്പുള്ള വസ്ത്രം. അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ ജീൻസ് വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഞാനിട്ട കന്തൂറയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല പട്ടുവസ്ത്രം. അത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയോ പറ്റില്ല എന്നുള്ള വേറെ ചർച്ച. അത് മസാലക്ക് പറ്റിയ ഉസ്താമാര് വേറെ പോലും പറഞ്ഞോളൂ. ആണുങ്ങൾക്ക് ഉപയോഗിക്കണോ അല്ലാത്തോ എല്ലാം കൂടി കൂട്ടിയിട്ടാ പറഞ്ഞ ഏറ്റവും നല്ല വസ്ത്രം പട്ടുവസ്ത്രം. എവിടുന്നാ പട്ടുണ്ടാക്കണം? പട്ടുനൂല് പുഴിയുടെ ആ പുഴുവിൽ നിന്നല്ലേ പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു പുഴിയുടെ, ഒരു പുഴുവിന്റെ അവശിഷ്ടങ്ങളാ പട്ടായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വസ്ത്രമല്ലേ മനുഷ്യന് മൂന്നാമത് വേണ്ടത്. ഇനിയോ വമശമോ, പിന്നെ നമുക്ക് വേണ്ടത് നല്ല വാസനയാണ്. നല്ല അത്തർ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അക്ബറുൽ മശൂമൂമി അൽ മിസ്കോ, അത്തറിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അത്തർ അൽ മിസ്കോ, കസ്തൂരിയാണ്. ആ കസ്തൂരിയാണെങ്കിലോ അത് മഹാനിന്റെ രക്തമാണല്ലോ. ഏറ്റവും നല്ല അത്തർ കസ്തൂരിയ. കസ്തൂരി ഒറിജിനൽ കസ്തൂരിന്റെ കാര്യം നിങ്ങൾ ഈ ഡപ്പിയില് 30 റുപ്യ കിട്ടുന്നത് അതൊന്നും അല്ലട്ടോ. അതൊന്നും കസ്തൂരിയല്ല. അതിന് തന്നെ പറയാൻ പറ്റില്ല. പിന്നെയല്ല സ്തൂരി പറയല്. എന്നിട്ട് 30 റുപ്യക്ക് ഇങ്ങനെ കുലുക്കി വിടുക്കുക. നമ്മൾ വിചാരിച്ചോ കസ്തൂരി. ചില ആൾക്കാർ കാരണം ജന്നാത്തിൽ ഫിർദൗസ് പറഞ്ഞാൽ ഭാര്യ തേക്കാണ്. അത്ര ഉസല് നല്ലതാ, ബുദ്ധി കൂടും. കുട്ടികളൊക്കെ എപ്പോഴും വൃത്തിയിൽ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ബുദ്ധി കൂടും. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ നിർത്താം. അക്ബറുൽ മർകൂബി അൽ ഫർസു, പിന്നീട് ഒരു മനുഷ്യന് ദുന്യാവില് വേണ്ടത് വാഹനമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ അമ്മാറിനോട് പറയുമ്പോ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ വാഹനം കുതിരയാണല്ലോ. ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വാഹനം പ്ലെയിനാണല്ലോ. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, വഅലൈഹാ യുഖ്തലു റിജാൽ, പല ആളുകളെയും കൊല ചെയ്യപ്പെട്ടത്, പല ആളുകളും കുഴിഞ്ഞു വീണ് മരണപ്പെട്ടത് ഇതേ കുതിരപ്പുറത്ത് തന്നെയല്ലേ. ഏറ്റവും വലിയ വാഹനമായ പ്ലെയിൻ കത്തിയിട്ട് പലരും കത്തി നശിച്ചില്ലേ. മംഗലാപുരത്ത് 100 കണക്കിന് ആളുകൾ കത്തിവന്നില്ലേ. ഇങ്ങനെ വലിയ വാഹനമായിട്ട് നമ്മൾ കാണുന്ന വാഹനത്തിൽ ഒരുപാട് അപകടങ്ങളെ കാണുന്നില്ലയോ. ഇനിയോ അവസാനമായി ആറാമത്തത് നിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ അക്ബറുൽ മങ്കൂഹാണ്, നിനക്ക് ഇണയായിട്ട് വരുന്നതാണ്. ആ ഇണയുടെ കൂട്ടത്തില് ഏറ്റവും നല്ല ഇണയതാണ് അന്നിസാഓ, നിന്റെ ജീവിതത്തിൽ വന്ന പെണ്ണല്ലയോ. വഹുവ മുബാലും ഫീ മുബാൽ, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാ പെണ്ണ്. നമ്മൾ വലിയ ഉഷാറായിട്ട് കൊണ്ടെടുക്കണ പിന്നെ പെണ്ണ. അത് കല്യാണം കഴിക്കണതിന് മുമ്പ് വല്ല സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ തേനെ മാനെ കോനെ എന്നൊക്കെ വിളിക്കണ്ടതിന് കല്യാണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓളെ കണ്ടുകൂടായ്മ. ഈ പ്രേമ കല്യാണം 3/4 ഭാഗം പൊളിഞ്ഞു പോണീന്റെ ഒരു കാരണം തരങ്ങള്. ഇത് ഓളൊന്ന് ലൈനായി കിട്ടാൻ വേണ്ടിട്ട് പലതും പറഞ്ഞപ്പോ ഞാൻ എനിക്ക് അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, ഇതിന്റെ കരളാണ്, ഇതിന്റെ ലിവറാണ്, കൗത്തർച്ചയാണെന്നൊക്കെ പറയുമ്പോ ഓളും വിചാരിച്ചു നല്ല ആളാണ്. കല്യാണം കഴിച്ച കൂടെ നിങ്ങളെ കൗത്തർച്ചയായിട്ട് എടുക്കല് ഇയാള് പോടിയുണ്ടായി. അപ്പൊ തന്നെ ഓള് വിചാരിച്ചു പഴയ സ്നേഹമൊന്നുമില്ല, നമുക്ക് വിരിയാറി. അങ്ങനെയാണ് ഈ പ്രേമ കല്യാണമൊക്കെ പൊളിയാണ്. അതുകൊണ്ട് ആ പ്രേമിച്ചിങ്ങാട് വെറുതെ കല്യാണം കഴിച്ചു നിൽക്കണ്ട, കുടുങ്ങിപ്പോവും. ആ പഴയ സ്വാതന്ത്ര്യമൊന്നും ഒരാൾക്കും കിട്ടൂല. കൊടുക്കാൻ പോയി അപ്പോൾക്ക് കഴിയില്ല. എന്റെ വിഷയം അതല്ലാത്തോണ്ട് ഞാൻ നിർത്താം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പരീക്ഷണ ഒരു പെണ്ണ് നന്നാവുക, ഒരു പെണ്ണ് കേടരിയാണ്.
കെട്ടിയ പെണ്ണ് നന്നായോ ഓനിഞ്ഞ് എന്ത് അനുഗ്രഹം ഇല്ലെങ്കിലും ശരി, ഓന് സമാധാനം. എന്ത് കോണുണ്ടായിട്ട് ശാരീര പെണ്ണിന്റെ മനസ്സ് കുയിന്താണെന്ന പിന്നെ എനിക്ക് സമാധാനം ദുന്യാവിന്റെ ഒരു മൂല്യം കിട്ടൂല. ആ പെണ്ണ് നന്നാകാൻ വേണ്ടിയിട്ട്, ഭാര്യ നന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മസാലുണ്ട്. ഞാൻ ഇപ്പൊ പറയില്ല, ഒന്ന് രണ്ട് കാര്യം. അപ്പൊ നിങ്ങളിങ്ങനെ ചിരിച്ചാൽ നമ്മളും കുറച്ചൊക്കെ ഒന്ന് നന്നാകണം. പെണ്ണുങ്ങൾക്ക് വിചാരോ അയാള് നമ്മളെ കുറ്റപ്പെടുത്തി. ഇല്ല, ഞാൻ പെണ്ണുങ്ങളെ സൈഡേ നിൽക്കുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുമ്പോ തന്നെ ഉസ്താദിനോട് പറഞ്ഞ ഉസ്താദെ ആണുങ്ങളില്ലെങ്കിലും പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടാവും കേട്ടോ. മംഗലാപുരത്തുനിന്ന് അതേമാതിരി വർത്താനം വന്ന അപ്പം തന്നെ ഞാൻ അവനോട് മറുപടി, ഞാനവിടെ പെണ്ണെട്ടാൻ പേരല്ലടാ. പിന്നെ ഉമ്മറുസ്ഥാനെ പിന്നെയും കാണുകൊണ്ട് ഞാൻ ആ മറുപടി പറഞ്ഞില്ല അതോട്. പിന്നെ മൂപ്പര് പറഞ്ഞെന്താണ്, മകരി നിസ്കാരം സ്റ്റേജ് എന്നാണ്, നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ദുആ ഒന്നുമില്ല. ആ ദുആക്കുണ്ട്. ഇവിടെ വന്നപ്പോ മൂർദ്ധണ്ട്, അൽഹംദുലില്ലാ. അസ്മാബദറുണ്ട്, പിന്നെ തങ്ങളെ ഉദ്ഘാടനം ഉണ്ട്, അൽഹംദുലില്ലാ. എല്ലാം കൂടി ആയപ്പോ അൽഹംദുലില്ലാ ഒരു 8:30 ആയപ്പോ നമ്മൾ തുടങ്ങിയാലോ. അതിന് വലിയ നേരം പകലൊന്നും ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ഏറ്റവും അനുഗ്രഹമായി നമ്മൾ കാണുന്നത്, ആഗ്രഹിക്കുന്നത് ഒരു തുണയാണെങ്കിൽ, ഒരു ഇണയാണെങ്കിൽ, ആ ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് വരുന്നതും പെണ്ണ് തന്നെയാ. ഓ എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ അല്ലാഹു തആല ദുനിയാവിൽ പരീക്ഷണങ്ങൾ തരും. എന്നാൽ ആ പരീക്ഷണത്തിലൊന്നും നമ്മൾ വേദനിക്കേണ്ടതില്ല. മഹാനായ ഇമാം തുബ്റാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഓ എന്റെ മുഅ്മിനേ, നിനക്ക് വരുന്ന രോഗമുണ്ടല്ലോ, അത് ചെറിയ രോഗമായാലും വലിയ രോഗമായാലും, മമ്മരിത തലാതത അയ്യാമിന്, ഒരു മനുഷ്യന് 3 ദിവസം രോഗമായാൽ, ഒരു മനുഷ്യന് 3 ദിവസം പനി പിടിച്ചാൽ, ഒരു മനുഷ്യന് 3 ദിവസം ജലദോഷമുണ്ടായാൽ, ഒരു മനുഷ്യന് 3 ദിവസം വയറുവേദനയുണ്ടായാൽ, മമ്മരിത തലാതത അയ്യാം, 3 ദിവസം ഒരാൾക്ക് രോഗമുണ്ടായാൽ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രോഗത്തിന്റെ പേരിൽ അവനെങ്ങാനും ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പനി വരുമ്പോഴേക്ക് അതിന് പാരസെറ്റാമോള് തെരഞ്ഞു നടക്കണ്ട, അതിന് ഡോക്ടറെ തെരഞ്ഞു നടക്കണ്ട. ഒരു 3 ദിവസം അതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? അതേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ എങ്ങനെ പുറത്തു വന്നോ, സംശുദ്ധ ഹൃദയത്തോടുകൂടെയല്ലേ, ഇതുപോലെ നിന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ അൽമരീദു ദൈഫുല്ലാഹ്, രോഗികൾ അല്ലാഹുവിന്റെ അതിഥികളാണ്. മാദാമ ഫീ മർദിഹി, അവന് രോഗമുള്ള കാലത്തോളം രോഗികൾ അല്ലാഹുവിന്റെ അതിഥികളാണ്. യർഫഉല്ലാഹു ലഹു ബികുല്ലി യൗമിൻ അമല 70 ശഹീദാ. ആ മുഅ്മിനായ മനുഷ്യന് രോഗമുണ്ടായിട്ട് അതിന്റെ പേരിൽ അവന് വേദനിച്ചില്ല, വേറൊരാളോട് സങ്കടം പറഞ്ഞില്ല, റബ്ബിന്റെ പൊരുത്തത്തിൽ അത് ക്ഷമിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസത്തിന് 70 ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹ് ഔദാര്യമായി നൽകുന്നുണ്ട് കേട്ടോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉപ്പമാരെ, ഞാൻ നിർത്തട്ടെയോ? എന്നാ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ, നമുക്ക് പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ, നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ 1-2 പരിഹാരം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്ന് എടുത്തുപോയ പല കർമ്മങ്ങളുമാണ് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ പഴയകാലത്ത് ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും, പഴയകാലത്ത് അഭിവൃദ്ധി നമുക്ക് തിരിച്ചു കിട്ടും, പഴയകാലത്തെ സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ പേരിലല്ലേ കൂടുതൽ രോഗങ്ങൾ വരുന്നത്. എന്നാ ഭക്ഷണത്തിന് മുമ്പ് ഇദാ അകൽത ഫബ്ദ ബിൽ മിൽഹി വഖ്തിം ബിൽ മിൽഹി, നമ്മളെല്ലാവരും എടുത്തുപോയ പഴയകാലങ്ങളിലെ ആലിമീങ്ങളെ കൊണ്ട് നടന്നിരുന്ന ഒരു നല്ല ഒരു ചര്യയുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്.
ഇതാ അകൽത, നീ തിന്നാൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടുമുമ്പ്, ഫബ്ദഅ ബിൽ മിൽഹി, കുറച്ച് ഉപ്പ് നീ തിന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉപ്പ് നല്ലോണം തിന്നണ്ട, കുറച്ച് ശകലം. അത് ഈ ഹദീസ് പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാര് പറഞ്ഞു അത് കല്ലുപ്പ. കല്ലുപ്പുണ്ടപ്പോ ഇവിടെ കുറവാണ്, പഴയ മാതിരി കിട്ടണില്ലല്ലേ? എന്താ അതന്നെ വാങ്ങണം, വാങ്ങാൻ തുടങ്ങണം നാളെ മുതൽ കല്ലുപ്പിന്റെ കച്ചവടല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശകല ഉപ്പ് തിന്ന്. ഞാൻ ബാക്കിയാത്ത് പഠിച്ചത്. ബാക്കിയാതിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ അവിടെ പഠിച്ച ഉസ്താന്മാരുണ്ട്, ഇവർക്ക് കിട്ടിയേക്കുണ്ടാവും. ഇവിടെ ആരെയും ബാക്കിമാരുണ്ട് വേറെ? അവിടെ ക്യാനീന്റെ മുമ്പിലുണ്ടാവും ഒരു ചെറിയ പാത്രം. ആ പാത്രം ചെറിയൊരു ഉപ്പ് പാത്രം, അതിന് കുറച്ച് നുള്ളുക, തിന്നുക. ഇങ്ങനെ ഭക്ഷണത്തിന്റെ മുമ്പ് കുറച്ച് ശകല ഉപ്പൊന്നല്ലേ നല്ലതാ. ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ വഖ്തിൻ ബിൽ മിൽഹി, നിങ്ങളെ ഉപ്പ് നിന്ന് ശകലം കഴിച്ചോളണം. കാരണം ഫഇന്നൽ മിൽഹ ശിഫാഉം മിൻ 70 ദാ. നിബിതങ്ങൾ പറയുന്നു 70 രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ്. അവ്വലുഹാ അൽ ജുദാമു വൽ ബറസു, അതിൽ നിന്ന് ഒന്നാമത്തതാണ് കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, വജുൽ ഹൽക്കി, തൊണ്ടവേദന, വൽ അദ്റാസ്, അണപ്പല്ല് വേദന, വൽ ബത്നി, വയറുവേദന. ഇതിനൊക്കെ വല്ലാത്ത പരിഹാരമാണ് ഭക്ഷണത്തിന് മുമ്പ് ശകലം ഉപ്പ് തിന്നലെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ലപോലെ ദുആയിരന്നോളണോ, നല്ലപോലെ റബ്ബിനോട് സങ്കടം പറഞ്ഞോളണോ, റബ്ബിനോട് വിഷമം പറഞ്ഞോളണോ. നമ്മളെ റബ്ബിൽ നിന്ന് മാറി നിന്നുകൂടാ. മഹാന്മാരായ സ്വാലിഹീങ്ങളെ മുൻനിർത്തിയിട്ട് മൻ അറാദ അൻ തുസ്തജാബ ദഅവതോ, ഒരാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവൻ മഹാന്മാരോടുകൂടെ ഒത്തൊരുമിച്ച് ദുആ ചെയ്തോളണോ. ഇന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസോ, അത് കഴിഞ്ഞാൽ അടുത്ത മാസോ. കാരണം കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ആമീൻ സ്വീകരിച്ചാൽ അത് വല്ലാത്ത പരിഹാരമാണ് കേട്ടോ. എന്ന പോലെ രോഗമുണ്ടായാൽ നിന്റെ കൂട്ടുകാരനൊന്ന് കാണുക, നിനക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായ ഔലിയാക്കളൊന്ന് കാണുക, സാദാത്തുക്കളെ ഒന്ന് സന്ദർശിക്കുക. നീ ചെന്നു കാണൽ നല്ലതാണ് ഖലീലിനെ, അതുകൊണ്ട് ഹമ്മോ നീങ്ങുമെന്നാ മെല്ലനെ. മഹാന്മാരായ ഔലിയാക്കളെ പോയി കണ്ടോളൂ, സാദാത്തുക്കളെ കണ്ടോളൂ, പായാർ തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, ഖലീൽ തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, പാണക്കാട് ഹൈദരലി തങ്ങളുപ്പാപ്പയെ കണ്ടോളൂ, കമറുലമ കാന്തപുരം ഉസ്താദിനെ പോയി കണ്ടോളൂ. ഇങ്ങനെ മഹാന്മാരെ കണ്ടാൽ നിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കെട്ടോ. കാരണം അത് വല്ലാത്ത പരിഹാരമാണ് കേട്ടോ. ഒന്നും കൂടെ പറയട്ടെ, രോഗം വരാതിരിക്കാൻ, പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ, കടങ്ങൾ കൂടാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു, മൻ സർറ റസഹു വലഹിയതഹു കുല്ല ലൈലത്തിൻ ഊഫിയ മിൻ അൻവാഇൽ ബലാ. ഒരു മുഅ്മിനായ മനുഷ്യൻ തലവാർന്നാൽ, തലചീകിയാൽ, എപ്പോഴാണ് തലചീകേണ്ടത്? കുല്ല ലൈലത്തിന്, എല്ലാ രാത്രിയിലും അവന് തലചീകുകയാണെങ്കിൽ, തല മാത്രമല്ല വലഹിയതഹു, അവന്റെ താടി ചീകിയാൽ ഊഫിയ മിൻ അൻവാഇൽ ബലാ,
ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് നിനക്ക് കാവലാണ്. ഓ എന്റെ ചെറുപ്പക്കാരെ, ന്യൂ ജനറേഷന്റെ പേര് പറഞ്ഞ് ഇന്നാരോ പറഞ്ഞ് എന്നോട്, ഉസ്താദെ ഇപ്പത്തെ പുതിയ മോഡൽ ഏതാണെന്നറിയോ? രാവിലെ എണീക്കുമ്പോ തലമുടി ഏത് ഭാഗത്തുണ്ടോ ആ രൂപത്തിലങ്ങ് നടക്കലാണേ പുതിയ മോഡല്. വാരുന്നത് ഒരു പുതിയ മോഡലല്ലോ. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മളെ മുസ്ലിങ്ങളാണ്. നമ്മളെ തലമുടി വാരണോ, അത് വൃത്തിയായി കൊണ്ട് നടക്കണോ? അതിന്റെ പേരിൽ ഒരു കലാപരിപാടിയും വെക്കണ്ട. നിങ്ങളെ ഡെക്കറേഷൻ തലക്ക് മുകളിൽ വേണ്ട. അതുപോലെ തന്നെ വലഹിയത്തോ, ഇവിടെ ഒരുപാട് ആളുകള് ഇത് പറയുമ്പോ എന്നോട് ആരും വിഷമിക്കേണ്ടതില്ല. അതേ, താടിയുള്ള ആളുകളെ താടി വളർത്തണോ, താടി വരാത്ത ആളുകളോട് ഇവിടെ ചർച്ചയില്ല. താടിയുള്ള ആളുകളെ താടി വരണോ. ഇങ്ങനെ താടി വന്നാൽ ആ താടിയെ അവൻ വാരുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉഫിയ മിൻ അൻവാഇൽ ബലാ, അതേ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കാവലാണ്. വസീദ ഉംറുഹു, അവന്റെ ആയുസ് വർദ്ധിക്കുകയാണ്. പോരാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ നബി തങ്ങളുടെ മരുമകനായ അലി തങ്ങൾ പറയുള്ളൂ, ഇങ്ങനെ വാർന്നാ ഫൈദ യുദ്ഹിബു ബിൽ ഫഖരി, അത് നിന്റെ ദാരിദ്ര്യമില്ലാതെയാക്കി കളയോ. രാവിലെ വാർന്നാ വൈകുന്നേരം വരെ പ്രശ്നമില്ല, വൈകുന്നേരം താടി വാർന്നാൽ പകല് വരെ പ്രശ്നമില്ല. അല്ലാഹു തആല കാവൽ കൊടുക്കും. ഇതെല്ലാം റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന ബോധത്തോടുകൂടെയായിരിക്കണോ. ഹെയർ സ്റ്റൈലിന്റെ പേരിലായിക്കൂടാ. നബി തങ്ങളെ പഠിപ്പിച്ച ചര്യയാണല്ലോ എന്ന നിലയിൽ നമ്മളത് നിർവഹിച്ചാൽ അതിന് പരിഹാരമാണ്. ഉമ്മമാരെ, തലമുടി വാർന്ന് വൃത്തിയാക്കിക്കോളണോ. ഒരുപാട് രോഗത്തിന് ശമനമാണ്. അവിടെ തന്നെ വഹബ് ഇബ്നു മുനബ്ബഹ് തങ്ങൾ പറയുന്നു, തലമുടി വാരുമ്പോ കുറഞ്ഞ നനവ് തലയിൽ വേണോ, താടി വാരുമ്പോ കുറഞ്ഞ നനവ് താടിയിൽ വേണോ. ഉണങ്ങിയ താടിയോ ഉണങ്ങിയ മുടിയോ ഒരാള് വാരുകയാണെങ്കിൽ സാദല്ലാഹു ഹമ്മാ, അവന്റെ പരീക്ഷണങ്ങള് വിഷമങ്ങള് വർദ്ധിക്കുകയാണ്. മുടി വാരുമ്പോ ചെറിയൊരു നനവ്, താടി വാരുമ്പോ ചെറിയൊരു നനവ്, ഇതും നല്ലത് തന്നെയാണ്. അല്ലാഹു തആല സുന്നത്ത് പിന്തുടരാന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ എന്റെ ഉപ്പമാരെ, മഹാനായ റസൂലുള്ള പറയുന്ന ഒരു ചര്യയും കൂടെ പറയട്ടെയോ. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം അലം നശ്റഹ് ലക സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അലം നശ്റഹ് സൂറത്ത് ഓതിയാലോ, മഹാനായ നബി തങ്ങൾ പറയുന്നത് നോക്ക്, സൂറത്ത് അലം നശ്റഹ് ലക മൻദാവമ അലാ ഖിറാഅതിഹാ, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദുബറ കുല്ലി സ്വലാത്തിൽ 5, 5 വക്ത് നിസ്കാരത്തിന് ശേഷം അലം നശ്റഹ് ലക സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ യസ്സറല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വഫറജ ഹമ്മഹു, അവന്റെ വിഷമങ്ങൾ അല്ലാഹു ഇല്ലാതെയാക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത രൂപത്തിൽ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ കഴിയും. ഇത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണോ. അലം നശ്റഹ് ലക സൂറത്ത് ഓതണോ. ഇത് വെറും ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ഒന്നും കൂടെ കേട്ടോളൂ. ഒരാൾ ഒരു പുതിയ വസ്ത്രം വാങ്ങിയാൽ ആ പുതിയ വസ്ത്രത്തിലേക്ക് ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതണോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതോടുകൂടെ കുൽ യാ അയ്യുൽ കാഫിറൂൻ ഒരു 10, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു 10, ഇങ്ങനെ 10 പ്രാവശ്യം ഈ 3 സൂറത്ത് ഓതി അലാമാ ഇൻ താഹിരിൻ, ശുദ്ധിയുള്ള ഒരു വെള്ളത്തിലേക്ക് അത് ഊതിയാൽ വനലജ ബിഹി വനലഹ ബിഹി അലാ തൗബിൽ ജദീദ്, എന്നിട്ട് അവനത് ഉടുത്ത പുതിയ വസ്ത്രത്തിലേക്ക് ആ വെള്ളം കുടയുകയും ചെയ്താൽ ലം യസൽ ഫീ ഐശി മുബാറകിൻ മദാമ അലൈഹി
ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവൻ ബറക്കത്തുള്ളവനാണ്. പക്ഷേ ഊതുന്നയാള് മുഅ്മിനായിരിക്കണോ? അതെ, ഊതുന്നയാള് നല്ലവരായിരിക്കണമെന്നത് ഷർത്താണ്. ഇങ്ങനെ താൻ തന്റെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം പുതിയത് ധരിക്കുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം മിന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഒരു 10 പ്രാവശ്യം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഒരു 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടങ്ങ് മന്ത്രിച്ച് നിങ്ങളെ ശരീരത്തിലുള്ള വസ്ത്രത്തിലങ്ങ് കുടഞ്ഞാൽ ആ വസ്ത്രം അവന്റെ ശരീരത്തിൽ ധരിക്കുന്ന കാലത്തോളം ലം യസൽ ഫീ ഐശിൻ മുബാറകിൻ മാദാമ അലൈഹി, അത് വല്ലാത്ത ബറക്കത്തുള്ളതാണ് കേട്ടോ. അല്ലാഹു തആല നല്ലത് പിന്തുടരാനോ മോശമായതെല്ലാം പിന്തള്ളുവാനോ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.